അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ടി വി വയ്ക്കും കേട്ടോ. കാര്യം നമ്മുടെ അവിടെ ഫുൾ യുദ്ധങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്ഡേഷനും കാര്യങ്ങളും അറിയാൻ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ ടി വി വയ്ക്കാം. അപ്പോഴാണ് കേട്ടോ ഏട്ടൻ വന്നത്. ഏട്ടൻ ഇന്ന് രാവിലെ വെളുപ്പിനെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീമൊക്കെ ജയിച്ചു. കപ്പൊക്കെ കൊണ്ടാണ് വന്നത്. ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നതെന്ന്. അതിനുശേഷം ഞാൻ വിച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ കേട്ടോ. അവന് ഫുഡ് കഴിപ്പിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ടാസ്ക് പിടിച്ച പണിയാണ്. അത് കഴിഞ്ഞ് അവനത് കുളിപ്പിക്കേണ്ട. ഞാൻ കുളിക്കാൻ അവന് നല്ല ഇഷ്ടമാണ്. അവന് മടിയൊന്നുമില്ല. പക്ഷെ കുളിപ്പിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ ഭയങ്കര കുറുമ്പാണ്. അങ്ങനെ വിച്ചുക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടത് വിച്ചുവിൻ്റെയും മമ്മീൻ്റെയും ഒരു ചെറിയ പുന്നാര സെഗ്മെൻ്റാണേ. അടുത്ത ടാസ്ക് കണ്ടോ, വിച്ചുവിനെ റെഡി ആക്കാന്നുള്ള, ഡ്രസ്സൊക്കെ ഇടിച്ചെടുക്കുക എന്നുള്ളത്. എന്തൊക്കെയൊക്കെ പറഞ്ഞാൽ സോപ്പിടാവാ. അതേ വിച്ചു നല്ല കുട്ടപ്പനായി സുന്ദരനായി. ഇതേ നോക്കി എല്ലാവർക്കും കാണിച്ചെടുത്ത് എല്ലാവർക്കും ഹായ് കൊടുത്ത് വിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട്. വേറെ എങ്ങോട്ടല്ല, ഇന്ന് ഫ്രൈഡേ അല്ലേ, അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ബിരിയാണി വാങ്ങിക്കഴിക്കും. അപ്പോൾ ദേ ആളുടെ ടോയ്സിൻ്റെ ബാഗൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. ബിരിയാണി വന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നാണ് SLCയുടെ റിസൾട്ട് വരുന്നത്. അപ്പോൾ കുറച്ച് റിസൾട്ടൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ വിച്ചു ഞാൻ കുറച്ച് നേരം കിടത്തി ഉറക്കും കേട്ടോ. അങ്ങനെ വിച്ചു ഉറങ്ങി, ഞാനൊന്ന് ഉറങ്ങിയിട്ട് വരാം. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലേസി ഡേ ആയതുകൊണ്ട് ഈവനിങ് അണ്ട കുളിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഉറക്കം കഴിഞ്ഞ് കുളിച്ച് ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റിലേക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി പൊടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു തുടച്ച് നെറ്റാക്കിയിട്ടു. നൈറ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലായിടവും ഒക്കെ ഒന്ന് തുടച്ചിടും കേട്ടോ. അവിടെയും സ്റ്റൗവും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ക്ലീൻ ചെയ്തിട്ട് കിടക്കാറുള്ളൂ കേട്ടോ.
അങ്ങനെ കിടക്കണേക്കാൾ മുമ്പ് ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യും കേട്ടോ. ഇപ്പോൾ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് ഇതേ ഫേസിൽ 2 പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതായി ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലപോലെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് അതുപോലെ തന്നെ കൈയും കാലൊക്കെ കഴുകിയിട്ടാണ് കിടന്നുറങ്ങാറ്. Blogger Vichu. Blogger Ammo. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയൊക്കെയുള്ള എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.